ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കുന്നത് BR തന്നെയാണ്. ബട്ട് ഇന്ന് നമ്മൾ എന്തായാലും ഗോൾഡ് 2 എത്തിക്കാനായിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പോൾ ലൈക്ക് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാം നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. Battle Royale. Battle in style. നമുക്ക് ക്ലോക്ക് ടവറിൽ ഇറങ്ങിയാലോ? അത് നമുക്ക് ഏത് ഇവൻ്റ് ഉണ്ടോ നോക്കോ. ആശ്വാസം ഇവൻ്റാണ്. നമ്മൾ ക്ലോക്ക് ടവറിൽ ഇറങ്ങാം. അല്ലെങ്കിൽ വേണ്ട, അവിടെ ഭയങ്കര ഇനിമി ഉണ്ടാവും. അവിടേക്ക് ഇങ്ങനെ ഇറങ്ങാം. അവിടെ ആകുമ്പോൾ അങ്ങനെ ഒരു എൽഷേപ്പ് ആവശ്യം. നമുക്ക് അവിടേക്ക് ഇറങ്ങാം. പിന്നെ അടിക്കാതെ ചാവൊന്നും അടിക്കില്ല. അപ്പം ചാവാണെങ്കിൽ നമുക്ക് നോക്കാം. പുലി അടിക്കാൻ പറ്റുമെന്ന് നോക്കാം. നമ്മൾ എന്നിട്ട് നേരെ ഈ നടുപ്പല്ല എൽ ഷേപ്പിലേക്ക് നമ്മളങ്ങനെ ഇറങ്ങും കേട്ടോ. നോക്കുമ്പോൾ തന്നെ രണ്ടിനും ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു റിയൽ പ്ലെയർ ആയിരുന്നു. ആ ടീമിനെയാണ് കിട്ടി. അപ്പം തന്നെ കിട്ടി കുറേ ഡാം കൊടുത്തു. അവനപ്പോൾ ഇത് ഭൂക്കമായി. ഞാൻ അപ്പം തന്നെ തട്ടിയിട്ട് അവനെ അടിക്കാൻ നോക്കി. തട്ടിയതേ ഇല്ല. ഞാൻ അപ്പം തന്നെ ഒരു ഗോളിട്ട് അവന് വീട്ടിൽ അറിയില്ല. അവൻ നോക്കുമ്പോൾ വേറൊരു എനിക്ക് വീട്ടിലുണ്ടാവും. ഞാൻ അവിടെ ഒരു ഗ്ലൂവാൾ ഇട്ട്. എൻ്റെ ഗ്ലൂവാളാണെങ്കിൽ തീർന്നു ചെയ്തു. തട്ടുന്ന് എൻ്റെ ഇവന് ഞാൻ കുത്തി പിടിച്ച് പിന്നെ അവനെ കണ്ട് അവനെ അടിച്ചപ്പോഴേക്കും എൻ്റെ ലൈഫൊക്കെ പോകുന്നുണ്ട്. അവനെ ഞാൻ അങ്ങനെ ചാടിയിട്ട് അടിച്ചിട്ട് അവനെ തോന്നി ഞാനും ചത്തി. എന്നിട്ട് അവനും ചത്തി ഞാനും ചത്തി. എനിക്ക് അവൻ്റെ ഇവിടെ ആയിട്ട് ഇറങ്ങാൻ പിന്നെ ഞാൻ അവിടെ തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. എൻ്റെ ലൂട്ട് ബോക്സിൽ നിന്ന് അവൻ്റെ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം എനിക്ക് കറണ്ട് 2 കില്ലാണുള്ള കേസ്. പിന്നെ 43 ലൈവും കൂടി ഉണ്ട്. നമുക്ക് ജയിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ലാത്ത കേസ്. എന്തായാലും ജയിക്കാൻ പറ്റില്ലെങ്കിൽ ഗോൾഡ് 2 ആവണം കേസ്. പിന്നെ ഞാനിരുന്ന് ഈ ഒരു കണ്ടന്റ് എനിക്ക് ഇഷ്ടമാവണമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം കേസ്. ആരും ലൈക്ക് ചെയ്യാനുള്ള സബ്സ്ക്രൈബും ചെയ്യാനുള്ള ഗൈസ്. നമ്മൾ പുതിയൊരു യൂട്യൂബറാണ്. ഞാൻ നേരെ എൻ്റെ ലൂട്ട് ബോക്സ് നോക്കി അവൻ്റെയും എൻ്റെയും കൂടി. ആദ്യം ഞാൻ അവൻ്റെ എടുത്ത് നോക്കുമ്പോൾ വേറൊരു എനിമി അവിടെ ഉണ്ട്. അവനെ അടിക്കാൻ നോക്കി വേണ്ടി 2 SMG ആണ്. വെക്ടറൊക്കെയാണ്. വെക്ടർ മാറ്റി ഞാൻ നേരെ യൂസ് ചെയ്തപ്പോൾ അതിന് ആമോ ഇല്ല. ഞാൻ അകത്തൊക്കെ കയറി ആമോ ഒക്കെ നോക്കി. അപ്പോൾ അറിയാതെ ഈ ഷൂട്ട് ബട്ടണിലൊക്കെ കൊള്ളു. ഞാൻ നോക്കുമ്പോൾ ഇവിടെ SVD ഉണ്ടായിരുന്നു. ഞാൻ SVD എടുത്ത് പിന്നെ ബൈസും മാറ്റി EG ആയി. ഞാൻ നേരെ തസ്തിക്ക് ഇട്ട് ഞാൻ വിചാരിച്ചു എക്സ്ട്രാ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനി ചാവാണെങ്കിൽ നമ്മൾ ചാവണയാണ്. ചിലപ്പോൾ ഗോൾഡ് 2 ആവില്ല. അന്ന് നമ്മൾ നേരെ എക്സ്ട്രാ ലൈഫ് എടുക്കാൻ വേണ്ടി പോവാണ്. എനിക്ക് മനസ്സിലായി എന്തായാലും എനിമി ഉണ്ടാകുന്ന നോക്കുമ്പോൾ സൈഡിലും നേരെയും ഒരു എനിമി ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ നേരെ എക്സ്ട്രാ ലൈഫിൻ്റെ അവിടേക്ക് പോയിട്ടുണ്ട്. എനിമീനെ തപ്പുണ്ടോ വെച്ചാൽ ഞാൻ കണ്ടെത്തുണ്ടായിരുന്നില്ല. സ്കോപ്പൊക്കെ വെച്ച് ഞാൻ നോക്കുന്നുണ്ട്. ഞാൻ ബാക്കിലൊരു ഗ്ലൂവാൾ ഇട്ടു. ബാക്കിലെങ്ങനെ എനിമി വരാണെങ്കിൽ എനിക്ക് അടിക്കാൻ കഴിയും. നോക്കുമ്പോൾ വേറെ എനിക്കുണ്ടാവും. ബോട്ടാന്ന് അവനെ അടിച്ചവരെ മനസ്സിലായി. ഞാനൊരു വണ്ടാപ്പ് എടുക്കാന്ന് പറ്റില്ല. ഞാൻ അവനെ നമ്മുടെ കറണ്ട് കില്ലെന്ന് പറയുന്നത് 3 ആണ്. മുമ്പത്തെ നമ്മുടെ ചാലഞ്ചൊക്കെ തോറ്റിട്ടുണ്ടായിരുന്നു. അതെന്തായാലും നമ്മൾ റീഎണീക്കും. പക്ഷെ ഇപ്പം അല്ല, അടുത്ത വീഡിയോ ചിലപ്പോൾ അതായിരിക്കും. നിങ്ങൾ ഒന്ന് കമൻറ്റൊക്കെ ചെയ്യുക. പിന്നെ നിങ്ങളുടെ UID ഒന്ന് കമൻറ്റ് ചെയ്തോ ഗൈസ്. ഞാൻ നിങ്ങളെ ഫ്രണ്ടാക്കാം. നമുക്കപ്പോൾ ഒരുമിച്ച് കളിക്കാമല്ലോ. എന്നിട്ട് ഞാൻ നേരെ താഴത്തേക്ക് തന്നെ പോകാൻ നോക്കിയപ്പോൾ കുറേ ഗ്ലൂവാളൊക്കെ കിടക്കണ്ടായിരുന്നു. ഒരുത്തിനാണ് കില്ലൊക്കെ ഉണ്ടായിരുന്നു. അവനെ അടിച്ച് കില്ലെടുത്തിട്ടുണ്ട്. 4 ഇല്ലായിട്ടുണ്ടായിരുന്നു. ഞാനത് പിന്നെ താഴത്തേക്ക് പോകുന്ന വിചാരിച്ചു. കാരണം ഇത്രയും ഗ്ലൂവാളുണ്ട്. അപ്പോൾ ഇനി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഒരു കാറുണ്ട്. ആ കാറും കൂടി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവൻ്റെ ലൂട്ട് ബോക്സിൽ പോയി എടുത്തപ്പോൾ അവിടെ ചാർജിൻ്റെ സാധനമുണ്ട്. എന്നാൽ പിന്നെ ശരി, നമുക്ക് എവിടെ നിന്ന് XVD കിട്ടാമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ബാക്കിൽ നിന്ന് എടുത്ത് നേരെ അടിച്ച്. ഞാനപ്പോൾ തന്നെ ഇതിന് മണ്ടപ്പം കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അതൊന്ന് ചാർജ് ചെയ്ത് നോക്കുമ്പോൾ അവിടെ നിന്ന് എയർഡ്രോപ്പ് കൂടി വീണിട്ട് ഇതൊന്ന് മറിവായെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഇതൊന്ന് ചാർജ് ചെയ്യാനോണ്ടിരിക്കുകയായിരുന്നു. ഗൈസ്, ഈ സമയത്ത് നിങ്ങൾക്ക് ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക.
എല്ലാവരും ലൈക്ക് ബട്ടൺ അങ്ങ് അടിച്ച് പൊട്ടിയത് ഗൈസ്. നോക്കുമ്പോൾ ആ ചാർജിൻ്റെ സാധനം തീർന്നു. അത് കാണാനില്ല, എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. പിന്നെ എയർ ഡ്രോപ്പിന് വെയിറ്റ് ചെയ്യാണ്. ചിലപ്പോൾ ഇതിന് SVD കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അതിൽ നോക്കിയപ്പോൾ SVD ഇല്ല, ഗ്രോസിൻ തോംസണും ഒക്കെ ഉള്ളു. ഞാൻ അപ്പോൾ വിചാരിച്ച് തോംസൺ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ED മാറ്റി തോംസണും എടുത്ത് പിന്നെ ഞാൻ എയർ ഡ്രോപ്പ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അവൻ്റെ ലൂട്ട് ബോക്സിലൊരു ലെവൽ 3 ബാക്ക് ഉണ്ട്. ഞാൻ അതങ്ങ് എടുത്ത് ഗണ്ണൊക്കെ റീലോഡ് ചെയ്ത് പിന്നെ എയർ ഡ്രോപ്പിൻ്റെ അടുത്തേക്ക് പോയി. നോക്കുമ്പോൾ എയർ ഡ്രോപ്പ് മേളിൽ താഴേക്ക് വന്നിട്ടുണ്ട്. എന്താണെന്നില്ല, എപ്പോഴുള്ളതാണ്. എയർ ഡ്രോപ്പ് വരുമ്പോൾ മാത്രം ഞാൻ തെറിച്ചു. എന്നിട്ട് അതിൽ നിന്ന് ലൂട്ട് എടുക്കുമ്പോൾ SVD ഉണ്ടായിരുന്നു. ഞാൻ കേസ് മാറ്റി SVD ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, അവിടെ ഗണ്ണൊക്കെ ഉണ്ട്, റെഡ് തിളങ്ങിക്കണേ. ഞാൻ നേരെ ജീപ്പങ്ങ് എടുത്ത് പിന്നെ നമുക്ക് പോകാൻ നോക്കുമ്പോൾ അതേ ആ പീക്കിൻ്റെ അവിടെ ആയിട്ട് ഒരു ചാർജ് ഉണ്ടായിരുന്നു. ഞാൻ അവിടേക്ക് ഒറ്റ മൈൻഡിൽ വിടാമെന്ന് വിചാരിച്ചു. ചാവാണ് ഈ ചാട്ടയിറങ്ങുന്നു വേണ്ടി ഞാൻ അങ്ങ് നേരെ പോയി. കുറേ ദൂരെയായിരുന്നു. അടുത്ത് പോയി ഞാൻ റഷ് ചെയ്യാമെന്ന് വിചാരിച്ചില്ല. ഇവിടെ വണ്ടി അങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഏതൊരുത്തന്നെ കൊന്നിട്ടുണ്ടായിരുന്നു വെച്ചാൽ വണ്ടിയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. നേരെ പതുക്കെ എന്നിട്ട് പോകുമ്പോൾ അവൻ ചാർജ് ചെയ്തെന്നൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ബോട്ടാണോ പിന്നെ ബോട്ടല്ലാന്ന് മനസ്സിലേക്ക് ചാർജൊക്കെ ചെയ്യുന്നില്ല. നേരെ എനിക്ക് എക്സലൈസ് ഉള്ളതുകൊണ്ട് ഭയങ്കര അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയില്ലെന്ന് ഞാൻ നേരെ അങ്ങ് നടക്കാണ്. നോക്കുമ്പോൾ 10 ലൈനും കൂടി ഉള്ളൂ, 5 കില്ലും ഉണ്ട്. ഗോൾഡ് 2 ആവുമെന്നാണ് നമ്മുടെ വിശ്വാസം. ഇതും ഫെയിലാകാൻ പാടില്ല, എന്തായാലും ഗോൾഡ് 2 ആവും. പറഞ്ഞാൽ ഞാൻ എന്താ ഇവിടെയൊക്കെ തപ്പി, ഇവിടെ ഒന്നും ഒരാൾ പോലും ഇല്ല. അവൻ എവിടെയാടാന്ന് വിചാരിച്ചു. ഞാൻ ഡ്രോണൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡ്രോണിൻ്റെ കൂടെ എനിമിയുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ കാണില്ല. ഇതൊക്കെ എന്താ ഫ്ലാഷിൻ്റെ കുഞ്ഞുമോനാ. നേരെ ഇവിടെയൊക്കെ തപ്പുണ്ടായിരുന്നു. എനിമീനെ സെർച്ച് ചെയ്യുക, എനിമീനെ കൊന്നാലും നമ്മുടെ പോയിൻസ് കൂടി നമ്മൾ ഗോൾഡ് 2 അവൻ നല്ല ഫാസ്റ്റ് ആയിരിക്കും. നോക്കുമ്പോഴത്തേ ഒരാഴ്ച അടിച്ചോ കൊണ്ടില്ല. ബട്ട് അവന് ഒരു ഹെഡ് അടിച്ച് താഴെയിട്ട് ഞാൻ റിപ്പയറൊക്കെ ചെയ്തു. അവൻ്റെ ലൂട്ട് ബോക്സിൽ പോയിട്ട് ഇതിൽ ലൂട്ട് കൊണ്ടുവന്നു. ഞാൻ നോക്കി ലൂട്ടൊക്കെ എടുത്ത് ഞാൻ നേരെ പിന്നെ എനിമീനൊക്കെ സെർച്ച് ചെയ്യാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ആ എനിമി നോക്കുമ്പോൾ സൈഡിൽ നിന്ന് ഒരു എനിമി അടിച്ച് ഞാൻ നേരെ SVD എടുത്ത് അവന് സ്കോപ്പ് ചെയ്ത് എനിമിനെ കിട്ടിയതെന്ന് വെച്ചാൽ അപ്പം തന്നെ അവൻ ഓടി തസ്സിയിട്ട് പിന്നെ ഒരു ഗ്ലുവാളിട്ട്. എന്നിട്ട് ഞാൻ നേരെ അവനെ തപ്പിക്കൊണ്ടിരുന്ന ആ വീട്ടിൻ്റെ ഉള്ളിൽ ചാടിയിട്ട് പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കൂടി ഒരു ഗ്ലുവാളിട്ട്. ഈ എനിമി എവിടെയാണെന്ന് നോക്കണം. എൻ്റെ ഇപ്പോൾ 6 ഗ്ലുവാളൊക്കെ ഉള്ളൂ. ഞാൻ അപ്പോൾ തന്നെ നോക്കുമ്പോൾ അവൻ്റെ ഞാൻ അപ്പോൾ തന്നെ വേറൊരു ഗ്ലുവാളിട്ട്. അപ്പോൾ ഞാൻ ചത്ത് ഞാനായിരുന്നു. മെഡൊക്കെ വേഗം അടിച്ച് അവനൊക്കെ റിയൽ പ്ലെയറാന്ന് മനസ്സിലായി. ഞാൻ അപ്പോൾ തന്നെ എൻ്റെ കയ്യിലുള്ള ഗ്ലൂ ക്രാക്കർ ഗ്ലൂവാള് പൊട്ടിക്കുന്ന സാധനം എല്ലാം ഇട്ട് പിന്നെ ഗ്രനേഡൊക്കെ എറിഞ്ഞപ്പോൾ അവൻ അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എവിടെയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കുറച്ച് പേടിച്ചായിട്ട് ഞാൻ ഇന്നെ എന്തെങ്കിലും ഗ്ലൂവാളിലേക്കൊക്കെ മാറ്റി ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു. അവൻ ഏത് വഴി വന്നേന്ന് ഞാൻ അവിടെ നിന്ന് കണ്ട്. ബട്ട് അത് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് നോക്കുമ്പോൾ അവൻ ഓടിപ്പോണു. ഇതെന്താ ബോട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ അവനെ അടിച്ചടിച്ച് പിടിച്ച് കില്ലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. വേറൊരു ബോട്ടുണ്ടായിരുന്നു, പക്ഷേ അവളെ വേഗം തന്നെ ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. അവളെങ്ങനെ കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ഓടി നോക്കുമ്പോൾ 5 എല്ലാവരും കൂടി ഉള്ളൂ. 7 കില്ലും ഉണ്ട്. ഇത് ബൊയ് അടിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ബൊയ് അടിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ നമുക്ക് ഗോൾഡ് 3-യിലേക്കെങ്കിലും ആവാൻ പറ്റും. ഗോൾഡ് 3 നമുക്ക് സീനാവില്ലേ. തപ്പുണ്ട് നോക്കുമ്പോൾ അവളെ കണ്ടു. അവിടെ 8 കില്ലും 4 ലൈവൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബുയ്യടിക്കാം എന്നുള്ളത് തപ്പാണ്. ഇനി ബുയ്യടിക്കുകയാണെങ്കിൽ അടിച്ചില്ലെങ്കിൽ എന്തായാലും ഗോൾഡ് 2 ആയിട്ടുണ്ടാവും. എന്തായാലും ബുയ്യടിക്കണമല്ലോ, ഗെയിൻ അങ്ങനെയാണല്ലോ. നേരെ പിന്നെ സോണിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. വൈറ്റ് സർക്കിളിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറിയിട്ടുണ്ട്. എനിമീനെയാണെങ്കിൽ ഇവിടെ ഒന്നും കയറണം. ഞാനപ്പോൾ തന്നെ ഇവിടെയുള്ള സിബ് ലൈനിൽ കയറാമെന്നങ്ങ് വിചാരിച്ച് ഏറ്റവും പോകണമെങ്കിൽ ആ നടുക്ക് വരെയെങ്കിൽ എത്താലോ. എനിമീനെ അവിടെ നിന്ന് തപ്പാലോ എന്ന് വിചാരിച്ച് ഞാൻ എനിമീനൊക്കെ തപ്പുന്നു. ഇവിടെയാണെങ്കിൽ ഒരു എനിമീനെ
എവിടെ ഒരു എനിമി ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ഇവിടെ നിന്ന് ഇറങ്ങി നടുക്കെന്ന് ഞാൻ മെഡടിച്ച് എനിക്കൊരു പേടിയില്ല എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ നേരെ പോയി. പിന്നെ കുറേ സെർച്ചിങ് തന്നെ സെർച്ചോടെ സെർച്ചാണ്. ഒരു എനിമിനെ പോലും കാണണം. എല്ലാ സ്ഥലത്തും ഞാൻ നോക്കുന്നുണ്ട്. അവിടെ ഒരു വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ റിയൽ പ്ലെയർ ആണെന്ന് മനസ്സിലായില്ല. കുത്തിപ്പിടിച്ചവനെ 9 കില്ലും കാര്യങ്ങളൊക്കെ ആയി. 3 ലൈവും കൂടി ഉണ്ട്. 3 ലൈവ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇനി അടുത്തൊന്നും നല്ല പ്രോ പ്ലെയർ ആയിരിക്കും. ഞാൻ അതിന് വേണ്ടിയുള്ള നേരം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പിന്നെ ഞാൻ ഈ മഷ്റൂമൊക്കെ കഴിച്ച് അവിടെ ഒരു എക്സ്ട്രാ EP കൂട്ടാൻ വേണ്ടി അത് ഞാൻ ഇവിടെ നിന്നൊക്കെ സെർച്ച് ചെയ്യണം. ഇവിടെയാണെങ്കിൽ ഫുൾ പ്ലെയിൻ ആണ്. പക്ഷെ എന്നിട്ട് എനിമീനെ കാണുന്നില്ല. അതുപോലെ മൂഞ്ഞിൻ്റെ അടുത്തിനടിയിടാനും മറന്നുപോയി. അങ്ങനെ ഭാഗ്യമാണ്. എന്തായാലും എനിക്ക് അവനെ കൊല്ലണം എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ അവൻ്റെ അടുത്തേക്ക് തന്നെ പോകുന്ന വിചാരിച്ച് അവനെന്തായാലും കൊന്ന് പൊയ്യടിക്കണം. കാരണം ഇനി അവനും കൂടി ഉള്ളു പൊയ്യടിക്കാൻ വലിയൊരു ചാൻസാണ്. അവൻ നോക്കുമ്പോഴേ അവിടെ ബ്ലൂ ആളൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ സൈഡിലായിട്ടൊന്ന് ഇറങ്ങി എങ്ങനെ കൊല്ലാൻ നോക്കുമ്പോൾ എൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് നോക്കണേ. സത്യടാ അവനെ ചാതിരുന്നേ. ശരിടാ അതെൻ്റെ കുഴപ്പമായിരുന്നു. ഞാൻ അവൻ്റെ മുന്നിലേക്ക് തന്നെ ചാടി ഇറങ്ങിയോണ്ടാണ്. അതിൻ്റെ അപ്പുറത്ത് എവിടെയെങ്കിലും ഇറങ്ങിയാൽ മതിയായിരുന്നു. ഇതാകുമ്പോൾ ഗോൾഡ് 3-2 ആയെന്ന് നോക്കാം. കുറേ പ്ലസ് കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. ഈ സമയം അങ്ങനെ ഗോൾഡ് 2 ആയ അതുപോലെ തന്നെ ഗോൾഡ് 3 ആവാറായി. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ ഗോൾഡ് 3 ആണ് അത് വേറെ ഏതെങ്കിലും കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ UID ഒക്കെ കമൻറ്റിൽ പറയാം ഗൈസ്. അപ്പോൾ ബൈ ബൈ, പീസ് ഔട്ട്.